ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കാന്താര ചാപ്റ്റർ 1 ഇനിയിപ്പോൾ ഒ ടി ടിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇതുവരെ തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാർ കുറേ വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഒ ടി ടിയിൽ കണ്ടിട്ട് അതിന് ശേഷം നമുക്കിനിയിപ്പോൾ ഇനി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നു. ഇപ്പം തന്നെ തിയേറ്റർ എന്നുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോഴാണല്ലോ ശരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഗംഭീര സിനിമ, തിയേറ്ററിൽ പോയി നിങ്ങൾ കാണേണ്ട ഒരു സിനിമ, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന അതിഗംഭീര സിനിമ, ഒന്നും പറയാനില്ല. ഋഷഭ് ഷെട്ടിയാണ് ഇതിൻ്റെ സംവിധാനം, ഡയറക്ഷൻ, അഭിനയം ഒക്കെ, മീൻസ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിയിരിക്കണം. പക്ഷേ ഫസ്റ്റിലത്തെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഒരു ഗംഭീര ഡയറക്ടറും കൂടെയാണ്. കാരണം എനിക്കറിഞ്ഞൂടെ ഈ കാന്താര അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടൈപ്പ് സിനാരിയോയിൽ പെട്ട സബ്ജക്റ്റുകൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും എന്നുള്ള കാര്യം. പക്ഷേ ഇതിനകത്ത് ഒന്നും പറയാനില്ല, ഗംഭീര പെർഫോമൻസ്, അത് കിടിലമായിട്ട് പുള്ളി തന്നെ ഡയറക്ഷനും കൂടെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അതിശയം തന്നെ തോന്നുന്നു. അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണ്. അത് കണക്കിന് ക്യാമറയൊക്കെ അടിപൊളിയാണ്. അതിനെക്കുറിച്ചൊന്നും ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം തിയേറ്ററിൽ പോയി നമ്മൾ ഒരു 2.5 മണിക്കൂർ, ഏകദേശം 2.5 മണിക്കൂർ കൂടുതലുണ്ട് സിനിമ. കാണുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് പോലും നമ്മളെ നമുക്കൊരു ലാഗ് തരാണ്ട്, നമ്മളെ ഒന്ന് മടുപ്പിക്കാണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതായത് ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളിങ്ങനെ ആവേശത്തിൽ അങ്ങ് മുഴുകും. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മനസ്സിൽ ഭക്തിയും കൂടെ ഉണ്ടെങ്കിൽ ചില സീൻസൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ വേറെ ലെവലിൽ, വേറെ ഇതിലോട്ട് കൊണ്ടുപോകും. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഗംഭീര സിനിമ ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് പിന്നെ വി എഫ് എക്സിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇതിനകത്ത് ആ ടൈഗറൊക്കെ കാണിക്കുന്നതും അത് കണക്ക് തന്നെ ഫസ്റ്റിലത്തെ ഒരു പന്നീനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊന്നും അല്ലാണ്ട് ഈ ടൈഗറിനെ കാണിക്കുന്ന ചില സീനുകളൊക്കെ പോയിട്ട് പിന്നെ ഈ കുട്ടിത്തേവാങ്കിനെ കാണിക്കുന്ന സീനുണ്ട്. ഏറ്റവും മോനെ എന്തൊരു ഒറിജിനാലിറ്റി എന്നറിയോ, ഒരു രക്ഷയില്ല. അത്ര കിടിലായിട്ടാണ് വി എഫ് എക്സ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഒരിടത്തും ഒരു കുറ്റം പറയാനില്ല. ആ രീതിക്ക് അത്ര കിടിലായിട്ട് 125 കോടി രൂപയുടെ ഇതിൻ്റെ ബഡ്ജറ്റ്, പക്ഷേ കിടിലം, സൂപ്പർ, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ജയറാമേട്ടൻ, പുള്ളിക്കാരൻ്റെയൊക്കെ അന്യഭാഷയിലൊക്കെ നമുക്ക് ഓരോ സംവിധായകർ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അഭിനയിക്കാനായിട്ട് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കണം. അല്ലാണ്ട് കൊണ്ടുവരുമാതിരി കോമാളിയൊക്കെ കിട്ടുന്ന കാര്യമില്ല. ഇതിനകത്ത് പുള്ളിക്കാരൻ അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല, സൂപ്പർ, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഫിസിക് വൈസൊക്കെ ചിലപ്പോൾ ഒരു കുറച്ച് ഇതുണ്ടായിരിക്കും, പക്ഷേ അല്ലാണ്ട് ഗംഭീര പെർഫോമൻസ്. സോ മസ്റ്റ് വാച്ച് മൂവി.